ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അസീസിയയിലുള്ളത്. ഒട്ടനവധി പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഫംഗ്ഷന് 15 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ആദ്യമായിട്ട് വരണത്. ഇതുണ്ടല്ലേ കാണെടുത്ത ഇത് സൗദി വീടല്ല കേട്ടോ, സൗദി വീടല്ല, ഒരു മലയാളി ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. റയ്യാൻ എന്നുള്ള മനോഹരമായിട്ടുള്ള കെട്ടിടമല്ല, ഇത് ഇയാളുടെ സ്വപ്നമായിട്ടുള്ള ആഗ്രഹം നിറവേറ്റിയതാണ്. അപ്പൊ ഞങ്ങള് ഒരുപാട് പ്രോഗ്രാമിന് നമ്മൾ പരിപാടി പോകുന്നുണ്ടെങ്കിലും ലൈഫിൽ 15 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാമിൽ വരുന്നത്. അപ്പൊ ആ ഭാഗ്യവാനായിട്ടുള്ള മലയാളി, വളരെ അപൂർവ ആളുകൾക്ക് ഇത്തരത്തിൽ നേട്ടം സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ് പഠിച്ചോ, ഇനി ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് തരട്ടെ. ഈ ഒരു ഈ വീടിന്റെ ഓണറാണ്. ഓക്കെ, വളരെ ആളുകൾക്ക് സുപരിചിതനാണ്. വർഷങ്ങളോളം 10-30 വർഷമായിട്ട് റിയാദിൽ ബിസിനസ് ചെയ്യുന്ന കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ബഷീർ കെട്ടി. ബഷീർ എന്താ പറയുന്നത് ഈ ഒരു നിമിഷത്തിൽ? എന്താണ് പഠിച്ചവനെ എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല. കാരണം പല കാര്യങ്ങളും നമ്മൾ പഠിച്ചവന് പരീക്ഷണമായിട്ട് വരുന്നത് ആ സമയത്ത് നമ്മൾ കരുതേണ്ടത് അത് ഹയറായിട്ടാണ് കരുതേണ്ടത്. എന്തെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ പഠിച്ചവന്റെ പരീക്ഷണമാണ് എന്താ എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് കരുതി തള്ളുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പ്രയാസം. ആ പരീക്ഷണം കഴിഞ്ഞാൽ ഒരു വലിയ വിജയം എന്നാണ് ഞാൻ ജീവിതത്തിൽ. ഇത്തരത്തിൽ വീട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഒരു 2023 റെന്റിനൊരു വീട് എടുത്തു. 1 ലക്ഷം റിയാൽ 1.5 ലക്ഷം റിയാൽ മുടക്കിയിട്ട് ഞാൻ മൊത്തം റിന്യൂ ചെയ്തു. 1 വർഷം താമസിച്ച് പിറ്റത്തെ വർഷം അയാൾ പറഞ്ഞു ഞാനിത് കൊടുക്കുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ഇൻവെസ്റ്റർ ആയിരുന്നു. അങ്ങനെയാണ് ഞാനൊരു വീട് വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കമ്പനി പെടുന്ന ഒരു 5 മിനിറ്റ് പോയാൽ മതി ഈ വീട് ശ്രദ്ധയിൽപ്പെടുന്നത്. ഒന്നും അല്ലെങ്കിൽ നാട്ടിലൊരു സ്റ്റൈൽ വീടായതുകൊണ്ട് തന്നെ അതെടുത്ത് 2 ലക്ഷം ചെയ്യാൻ ഉദ്ദേശിച്ചു. വീടിന് നമ്മള് ഇതിന് വാസ്തുവിദ്യ അന്ധവിശ്വാസത്തിൽ തീരെ താല്പര്യമില്ല. 100% അതിന് എതിരാണ്. പഠിച്ചോണ്ടെടുത്താണല്ലോ, ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും തീർച്ചയായിട്ടും പഠിച്ചോണ്ടെടുത്താണ്. ഏകദേശം 500ഓളം നഹ്ലാൽ ബറാറി ട്രേഡിംഗ് കമ്പനി എന്നാണ് കമ്പനിന്റെ പേര്. എനിക്ക് 3-4 പാർട്ട്നേഴ്സ് വേറെ ഉണ്ട്. ആ പാർട്ട്നേഴ്സിന്റെ 100% സപ്പോർട്ടോടുകൂടിയാണ് കമ്പനിയുടെ നല്ല വിജയം. ഏകദേശം 150ഓളം പ്രൊഡക്റ്റ് ഞങ്ങള് നഹ്ലാൽ ബറാറിന്റേതായിട്ട് കോൺട്രാക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ സൗദി അറേബ്യയിൽ ഒരുപാട് ആളുകൾ വീട് ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പോൾ മലയാളികളൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ 1 വർഷം മുമ്പ് ബഷീറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സൂരെ നമ്മളിങ്ങനെ ഒരു വീട് ഉണ്ടാക്കുന്നുണ്ട്, സ്ഥലം വാങ്ങിയിട്ട് വീട് ഉണ്ടാക്കുന്നുണ്ടോ, ക്ഷണിക്കണ്ടെന്ന് പറഞ്ഞു. 1 വർഷം പിന്നെ ഞാൻ വിളിയൊന്നും ഇല്ല, എവിടെ പോയി. അങ്ങനെ ഇന്നലെയാണ് വിളിക്കുന്നത്, വീടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വരണം എന്നുണ്ട്. അപ്പൊ ഈ വീടുള്ള ബഷീർക്ക നമ്മൾ നല്ല അടിപൊളി വീടാണ്. അൽഹംദുലില്ലാഹ് ഹൈർ. നമുക്ക് ഏതൊരാൾക്കും ആ മലയാളികളുടെ ആ തനിവുണ്ട്, എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഏതൊരാൾ കണ്ണിങ്ങനെ. വൈഫിന്റെ ഒരു പ്രത്യേക ഞങ്ങൾ രണ്ടാളെ താല്പര്യമായിരുന്നു ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മലയാളി ടച്ച് 100% വരണമെന്നില്ല. അത് ഏറെക്കുറെ അല്ല 100% അങ്ങനെ തന്നെ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. ഏതൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ ഈ വീട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഇതിനുള്ളിൽ വരുമ്പോൾ മനുഷ്യർക്ക് റാഹത്ത് തന്നെ സമാധാനമുള്ള ഒരു ഇടമായിട്ട് മാറ്റട്ടെ. പടച്ചവന് ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് റഹ്മത്തും ബർക്കത്തും ബഷീർക്കാർക്ക് കൊടുക്കട്ടെ. ഒക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ. നമുക്ക് അഭിമാനമാണ് കോഴിക്കോടുകാരനായിട്ടുള്ള ഒരാൾ ഇവിടെ വീടുണ്ടായി നമ്മളത് പങ്കെടുത്തുന്നത്. പക്ഷേ അടുത്ത പ്രോഗ്രാമിൽ കാണാം. തീർച്ചയായിട്ടും സന്തോഷം.